ഉബണ്ടു ITH സ്കൂൾ പെൻഡ്രൈവിൽ എങ്ങനെയാണ് ബൂട്ടബിൾ ആക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഗൂഗിളിൽ കയറി കൈറ്റിൻ്റെ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. വേറെ സൈറ്റുകളിൽ നിന്ന് കിട്ടും, പക്ഷേ ചിലപ്പോൾ അത് കറക്റ്റ് ആവില്ല. ഇപ്പോൾ കൈറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ITH സ്കൂൾ 22.04 ആണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. കൈറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എടുക്കുക, അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുക. അതിൽ നമുക്ക് പുതിയതും പഴയതായിട്ടുള്ള വെർഷനുകൾ കാണിക്കും. ഇപ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്ന 22.04 നമ്മൾ ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. അത്യാവശ്യം നല്ല സമയം എടുക്കും. ഇതിൻ്റെ അടിയിൽ തന്നെ ഇൻസ്റ്റലേഷൻ ഗൈഡും കൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ അതും ഡൗൺലോഡ് കൊടുക്കാം. ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ദിസ് PCയിൽ പോയിട്ട് ഡൗൺലോഡ്സ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ കിടക്കുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി 2 വട്ടം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗൈഡ്. ഇത് ക്ലോസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഉബണ്ടു ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുള്ളത് എന്തായാലും നോക്കാം. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ബൂട്ടബിൾ ആക്കാനുള്ള സോഫ്റ്റ്വെയർ റൂഫസ് 3.10 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. റൂഫസ് 3.10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വരും. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തേക്കണതിൻ്റെ പേര് ഫസ്റ്റ് തന്നെ മുകളിൽ കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ISO ഫയൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഈ സെലക്ട് എന്നുള്ളതിൽ പോയിട്ട് ISO ഫയൽ നമ്മൾ ഡൗൺലോഡ്സിലുള്ള അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വരും. MBR ആണോ GPT ആണോ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഫോർമാറ്റ് ചെയ്തിട്ടേന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത് മാറ്റി വയ്ക്കുക ആദ്യം തന്നെ. ഇത് ഫുള്ളായതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പെൻഡ്രൈവ് വെച്ചിട്ട് നമുക്ക് ITH സ്കൂൾ 22.04 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ.